ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് പറയാറില്ലേ? അതാണ് ഇവിടെയും പറയാനുള്ളത്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം. ആർക്ക്? UDF നേതാക്കൾക്ക്, മുസ്ലിം ലീഗ് നേതാക്കൾക്ക്, എന്തിനേറെ പറയുന്നു മുഖ്യമന്ത്രി VD സതീശന്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന ഘട്ടത്തിൽ പറഞ്ഞ വാക്കുകൾ, അതിവേഗ റെയിൽപാതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടാണ്, UDFൻ്റെ നിലപാടാണ്. അദ്ദേഹം പറയുന്നത് UDFൻ്റെ നിലപാട് ഇതാണ് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് അദ്ദേഹം. കേൾക്കാം നമുക്ക് ആ വാക്കുകൾ. ഞങ്ങൾ കൃത്യമായ നിലപാടാണ്. കേന്ദ്ര ഗവൺമെന്റ് സമ്മതിച്ചാലും കേരളത്തിൽ സിൽവർ ലൈൻ വരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. കൃത്യമായ നിലപാടാണ്. ഇത് തന്നെയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ചർച്ച നടത്തും, അത് അടഞ്ഞ അധ്യായമല്ല എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതേ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇപ്പൊ കൊടുത്തിരിക്കുന്ന DPR നടപ്പാക്കൂല എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് കൃത്യമായ ഓൾട്ടർനേറ്റീവ് ഉണ്ടായിരുന്നു. വന്ദേ ഭാരത് ഇന്ത്യ മുഴുവൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. റെയിൽവേ അതിന്റെ അപ്ഗ്രേഡ് ചെയ്യുന്ന ട്രെയിനിന്റെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ്. അത് കേരളത്തിലേക്കും വരും. അപ്പോൾ റെയിലിന്റെ വളവുകൾ നിവർത്തി ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവന്ന, അതായത് UDFന്റെ ഓൾട്ടർനേറ്റീവ്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഓൾട്ടർനേറ്റീവ് അതായിരുന്നു. വളവുകൾ നികത്തി ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവന്നാൽ 5-6 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരത്ത് കാസർഗോഡ് എത്താൻ പറ്റും. 2 ലക്ഷം കോടി രൂപ മുടക്കി ഈ റെയിൽ കൊണ്ടുവരണ്ട, അതായത് ഞങ്ങളുടെ നിലപാട്. അത് കേരളത്തെ സാമ്പത്തികമായി തകർക്കും, പാരിസ്ഥിതികമായി കേരളത്തെ ഇല്ലാതാക്കും. കേരളത്തിലെ ജനങ്ങൾ മാത്രമല്ല, പ്രളയബാധിത പ്രദേശമാണ് കേരളം, കേരളത്തെ തകർക്കും. ഈ നിലപാടിൽ ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ പറഞ്ഞതുപോലെ വന്ദേ ഭാരത് വന്നു. വന്ദേ ഭാരതിന്റെ ഒപ്പം എന്താ വന്നിരിക്കുന്നത്? നിവർത്താനുള്ള സ്കീമുകൾ വരികയാണ്. 2-3 വർഷം കൊണ്ട്, അല്ലെങ്കിൽ 1-2-3 വർഷം കൊണ്ട് ഈ വളവുകളെല്ലാം നികത്തിയാൽ 6 മണിക്കൂർ, നേരത്തെ 5.5 മണിക്കൂറല്ലേ പറഞ്ഞത്, ഇപ്പൊ 8 മണിക്കൂറിന്റെ എത്തണ്ടല്ല വന്ദേ ഭാരത്. അപ്പൊ 6 മണിക്കൂർ കൊണ്ട് ആ ട്രെയിൻ അവിടെ എത്തും. കേരളത്തിന് വലിയ സാമ്പത്തിക ബാധ്യതയില്ല, പ്രശ്നമില്ല. പിന്നെ BJPക്കാർ ഇത് വലിയൊരു ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു കാര്യമില്ല. എല്ലാ കാലഘട്ടത്തിലും റെയിൽവേ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് വന്നു, ഇല്ലേ? പഴയ UPയുടെ കാലത്ത് ജനശതാബ്ദി എക്സ്പ്രസുകൾ വന്നു, രാജധാനി എക്സ്പ്രസ് വന്നു. ഇപ്പൊ എറണാകുളത്ത് 3 മണിക്കൂർ 18 മിനിറ്റ് കൊണ്ടാണ് ഇവരെത്തുന്നത്. രാജധാനി ചെറിയ വ്യത്യാസമുള്ളൂ. നേരത്തെ UDF ഗവൺമെന്റ് കാലത്ത് തുടർന്ന ഞങ്ങളെല്ലാ റെയിൽവേ സ്റ്റേഷനിലും പോയിട്ട് സ്വീകരണമൊന്നും കൊടുത്തില്ല. രാജധാനി വന്നിരുന്ന സമയത്ത്, രാജധാനി വന്നപ്പോൾ അതൊരു വിസ്മയമായിരുന്നു. അത് എല്ലാ കാലഘട്ടത്തിലും റെയിൽവേ അപ്ഗ്രേഡ് ചെയ്യുന്ന. പിന്നെ ഇന്ത്യ മുഴുവൻ നടപ്പാക്കുന്ന ഒരു പദ്ധതി കേരളത്തിൽ തരില്ല, ഔദാര്യമാണെന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിലുള്ള ആളുകളൊക്കെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്ന ആളാണ്. കേരളത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും നന്നായിട്ട് ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നവരാണ്. ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ളതാണ്. 1/6 പോപ്പുലേഷൻ കേരളത്തിന് പുറത്താണ്. കേരളത്തിന്റെ പോപ്പുലേഷൻ ഏറ്റവും കൂടുതൽ ട്രെയിൻ യാത്രയ്ക്ക് പോകുന്ന ആളാണ്. കേരളത്തിന് അവകാശപ്പെട്ടൊരു കാര്യമാണ്, ഔദാര്യമൊന്നല്ല. ദേശീയ തലത്തിൽ ഒരു പ്രോജക്ട് 400 വന്ദേ ഭാരത് ഇടുമ്പോ കേരളത്തിന് തരില്ല എന്ന് പറയാൻ പറ്റുമോ ഏതെങ്കിലും ഗവൺമെന്റിന്? അപ്പൊ BJP ഇത്ര ആഘോഷിക്കേണ്ട കാര്യമില്ല. എല്ലാ കാലഘട്ടത്തിലും ഈ ട്രെയിനിന്റെ അപ്ഗ്രഡേഷൻ എല്ലാ കാലഘട്ടത്തിലും, ഇല്ലേ, റെയിൽവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റെയിൽവേയുടെ വരുമാനത്തിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്. ആ മാറ്റം എല്ലാ കാലത്തും. ഈ റെയിൽവേ ഉണ്ടായ അന്ന് മുതൽ മീറ്റർ ഗേജ് മാറി, ബ്രോഡ് ഗേജ് വന്നു തുടങ്ങി, പിന്നെ സിറ്റി റെയിൽ വന്നു, ഉൾപ്പെടെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഓരോ കാലഘട്ടത്തിലും വരുന്ന മാറ്റത്തിന്റെ ഭാഗം മാത്രമാണ് വന്ദേ ഭാരത്. വന്ദേ ഭാരത് വന്നതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാസർഗോഡ് വരെ നീട്ടണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്, നീട്ടിയിട്ടുണ്ട്. രണ്ടാമത് ഞങ്ങളുടെ ആവശ്യം കർവുകളെല്ലാം നികത്തി കൂടുതൽ സ്ഥലവും കൂടി ഏറ്റെടുത്ത് ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സിസ്റ്റം കൊണ്ടുവന്ന ഒരു റെയിലിന്റെ ആവശ്യമില്ല. ഇനി റെയിൽ ഇവര് തമ്മിൽ ധാരണയായ പറയാൻ പറ്റില്ലല്ലോ. ഇവര് തമ്മിൽ എപ്പോൾ ധാരണയായിട്ട് റെയിലുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ ഇവരെ രണ്ടുപേരെയും ഞങ്ങൾ ശക്തിയായിട്ട് എതിർക്കും. റെയിൽ കേരളത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കും. കേട്ടുകഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ ചിരിക്കുന്നുണ്ടാകും. സ്വാഭാവികമാണ്, ചിരി വന്നു പോകും. ഇപ്പോൾ അതിവേഗ പാതയെക്കുറിച്ചുള്ള ചർച്ചയിലാണ് മുഖ്യമന്ത്രി VD സതീശൻ. അദ്ദേഹം E ശ്രീധരനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. E ശ്രീധരൻ കരട് രൂപം, അതിന്റെ പ്രാഥമിക രേഖ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിനെ, റെയിൽവേ ബോർഡിനും കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും സമർപ്പിക്കുന്നു. അതേക്കുറിച്ചാണ് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തിയിരിക്കുന്നത്. ഇപ്പോഴിതാ മാധ്യമങ്ങൾ അതിവേഗ പാതയെക്കുറിച്ച് ഇങ്ങനെ വലിയ വെണ്ടക്ക നിരത്തി വാർത്തകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. വരാൻ പോകുന്നു അതിവേഗ പാതയുടെ സുവർണകാലം എന്ന് പറഞ്ഞുകൊണ്ട്. മലയാള മനോരമയിൽ വന്ന വാർത്തയുണ്ട്, കേരള അതിവേഗ റെയിൽ പാത ഹരിത റെയിൽ ഇടനാഴിയാകും, അനുമതി ലഭിച്ചാൽ 5 വർഷത്തിനകം യാഥാർത്ഥ്യമാകുമെന്ന് E ശ്രീധരൻ എന്ന് പറഞ്ഞുകൊണ്ട് അതിവേഗ പാതയുടെ പ്രാധാന്യം വിശദീകരിക്കുന്ന ഒരു വാർത്തയാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് അതിവേഗ പാത എന്ന ചോദ്യത്തിന്, ആകെ 23 സ്റ്റേഷനുകൾ തമ്മിലുള്ള ശരാശരി ദൂരം 21.5 കിലോമീറ്റർ. തിരുവനന്തപുരം കണ്ണൂർ യാത്രാസമയം 3.5 മണിക്കൂർ. കണ്ണൂർ ഒഴികെയുള്ള കേരളത്തിലെ 3 വിമാനത്താവളങ്ങളെയും പാത ബന്ധിപ്പിക്കും.
കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് 10 കിലോമീറ്റർ പ്രത്യേക റോഡ് നിർമ്മിക്കും. പരമാവധി രൂപകൽപ്പന വേഗം മണിക്കൂറിൽ 200 കിലോമീറ്ററും പ്രവർത്തന വേഗം 180 കിലോമീറ്ററും ശരാശരി വാണിജ്യ വേഗം 140 കിലോമീറ്ററും. നിന്ന് യാത്ര ചെയ്യാൻ അനുവദിക്കില്ല. മുൻകൂട്ടി റിസർവ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും യാത്ര. മുൻകൂട്ടി റിസർവ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും യാത്ര. ഇതാണ് അതിവേഗ റെയിൽപാത സംബന്ധിച്ച് ഇ ശ്രീധരൻ കൊടുത്ത റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതൊന്നും വേണ്ട എന്നാണ് പറഞ്ഞത് വി ഡി സതീശൻ. വി ഡി സതീശൻ പറഞ്ഞത് എന്താണ്? UDF പറഞ്ഞത് എന്താണ്? വന്ദേ ഭാരത് വരുന്നുണ്ട്, അതോടുകൂടി കേരളത്തിന്റെ യാത്രാ പ്രശ്നം പരിഹരിക്കും. 8 മണിക്കൂർ കൊണ്ട് കണ്ണൂരിലെത്താൻ കഴിയും. അത് ഇനിയും കുറക്കാൻ കഴിയും. 6 മണിക്കൂറിലേക്ക് കുറക്കാൻ കഴിയും. എങ്ങനെ? വളവുകൾ നീർക്കണം നിലവിലുള്ള റെയിൽപാതയുടെ, വളവുകൾ ഒഴിവാക്കണം നിലവിലുള്ള റെയിൽപാതയുടെ, സിഗ്നൽ സംവിധാനം ആധുനികവൽക്കരിക്കണം. അങ്ങനെ വരുമ്പോൾ വന്ദേ ഭാരത് ഓടിക്കാം 6 മണിക്കൂർ കൊണ്ട്. പിന്നെ എന്തിനാണ് കേരയിൽ പദ്ധതി? ഇതാണ് ചോദിച്ചത് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ. അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിന് ഇത്രയും സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു പദ്ധതി ആവശ്യമില്ല. പരിസ്ഥിതി നാശം അത് വലിയ കാര്യമാണ്. അതുമാത്രമല്ല, കേരളത്തിന്റെ മണ്ണ് എന്നത് വളരെ ലൂസായ മണ്ണാണ്. അതുകൊണ്ട് കോൺക്രീറ്റ് തൂണുകൾ ഉറപ്പിക്കാൻ കഴിയില്ല. അതിശക്തമായ ഉറച്ചു നിൽക്കുന്ന കോൺക്രീറ്റ് തൂണുകൾ വേണം. അത് കേരളത്തിന്റെ മണ്ണിന് അനുയോജ്യമല്ല. ഇതൊക്കെയാണ് വി ഡി സതീശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിയമസഭയിൽ നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗമുണ്ട്. വേണമെങ്കിൽ പ്രേക്ഷകർക്ക് സഭ TV പോയി നോക്കിയാൽ ആ പ്രസംഗം കേൾക്കാൻ കഴിയും. എന്തുകൊണ്ട് കേരളത്തിന് അതിവേഗ പാത വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം. ഇപ്പോൾ പറയുന്നത് കേരയിൽ പദ്ധതിയെ മാത്രമേ ഞങ്ങൾ എതിർത്തിരുന്നുള്ളൂ. കേരയിൽ പദ്ധതി കേരളത്തിന് യോജിച്ചതല്ല, അതിനെയാണ് ഞങ്ങൾ എതിർത്തത്. അതല്ലാതെ അതിവേഗ പാതയെ ഞങ്ങൾ എതിർത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്ന വി ഡി സതീശനെയാണ് ഇപ്പോൾ കാണുന്നത്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല എന്ന് ഈ വാക്കുകൾ, വി ഡി സതീശന്റെ തന്നെ വാക്കുകൾ, പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ഘട്ടത്തിലുള്ള വാക്കുകൾ, ഇങ്ങനെ ആയിരുന്നില്ല UDFന്റെ നിലപാട്. അതിവേഗ പാത വേണ്ട എന്നായിരുന്നു. ഇപ്പോൾ അതിവേഗപാത വേണം എന്ന ഇടത്തേക്ക് എത്തിയിട്ടുണ്ട് വി ഡി സതീശനും UDFും. അതല്ലെങ്കിൽ ജനങ്ങൾ എതിരാകുമെന്ന ചിന്ത അത്രമാത്രം ജനങ്ങൾ നെഞ്ചേറ്റിയിട്ടുണ്ട് അതിവേഗപാത എന്നോർക്കണം. LDF സർക്കാരിൻ്റെ വിജയം തന്നെയാണ്, പിണറായി സർക്കാരിൻ്റെ വിജയം തന്നെയാണ് അക്കാര്യം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല.